വിവാഹം അടിമത്തമാണോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. എന്നെ സംബന്ധിച്ചൊരു അടിമത്തമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇത് ചോദിക്കുന്നത് യൂത്തിനോടാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മയക്കും പിടിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടിയല്ല. അടിവരം കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ചില ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിപ്പിക്കും. അപ്പോൾ ഇത് ചിന്തിപ്പിച്ചെന്നല്ല, ഈ ചോദ്യം ആലോചനമാണെങ്കിൽ പോലും ഇങ്ങനെ ഈ വിവാഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂത്തിൻ്റെ ഇടയിലേക്ക് ഒരു ബാധ്യതയാണെന്ന് ചിന്തിപ്പിച്ച് ഇതിനോട് തന്നെ വിരക്തി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടമാണത്. ഉദാഹരണമായിട്ട് വിവാഹം കഴിച്ച് കഴിഞ്ഞ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഒരാൾ ചോദിക്കും, എങ്ങനെയുണ്ടാ? അഡ്ജസ്റ്റ് ചെയ്ത് പോണ്, എങ്ങനെയുണ്ട്? ഒക്കെ സഹിക്കണ്ടേ? തിരിച്ചും പറയും മറിച്ചും പറയും. സ്വാഭാവികമാണോ? ഇത് ഒരു സ്നേഹത്തോടെ പോയെങ്കിലും അത് പറയാനൊരു മടി. ഈ ഒരു ജീവിതം അത് ഏത് സെറ്റപ്പിലാണെങ്കിലും ഏത് ലെവലിലും എത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരാണെങ്കിലും അവനോട് ചോദിച്ചാലും പറയും അങ്ങനെ പോണ്. പൂർണ്ണമായ തൃപ്തി എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ സമാധാനമുള്ളവരാ. അപ്പോൾ ഞാൻ വേറെ ഇതിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞ ഇന്റർവ്യൂ വിവാഹം അടിമത്തമാണോ എന്ന രീതിയിൽ ഈ പറഞ്ഞ പൊതുജനങ്ങളെ പിള്ളേരോട് ചോദിക്കണം. ഈ പറഞ്ഞ യൂത്തിനെ അല്ലെങ്കിൽ യുവജനങ്ങളെ വിവാഹം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ഭീതിജനകമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ചോദിക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു അത്യാവശ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ വാക്ക് കേൾക്കാം. എന്താണ് ഈ അടിമത്തം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആൺകൊച്ചാണെങ്കിൽ പെൺകൊച്ചാണെങ്കിൽ ലോക്കായി പോകും, അല്ലെങ്കിൽ ഭാര്യമാരും പേടിയാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പെർമിഷൻ ചോദിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അതിന് അടിമത്തം എന്നല്ലോ, അതിനെ കമ്മിറ്റ്മെന്റ് എന്നല്ലേ പറയണ്ടേ? എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോ കമ്മിറ്റ്മെന്റ് ആണെങ്കിലും ഈ ഒരു പെർമിഷൻ ചോദിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കുറവാണല്ലോ. ഞാൻ ഒറ്റ വാക്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പരസ്പരം നിങ്ങൾ അച്ഛനോടും അമ്മയോടും പെർമിഷൻ ചോദിക്കുന്നു, അതേപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ ലോക്കായി പോകുന്നൊന്നും തോന്നുന്നു. അതെങ്ങനെയാ? അപ്പൊ നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഒരു ഇന്ന സ്ഥലത്ത് പോവാണ് അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്തോട്ടെ എന്ന് ചോദിക്കണത് അത് അടിമത്തമാണോ? എന്നാലും ഇപ്പൊ ഇതൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി തന്നെ ഫുള്ളായി മാറുവാണ്. ഫാമിലി അല്ലേ അത്? കല്യാണം കഴിക്കുന്നതിന് ഒരു ഫാമിലിന്റെ കാണാനുള്ള ഇന്ത്യൻ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഫാമിലി ആണല്ലോ. അപ്പൊ അവരോട് ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ, ഈ പറയുന്നത് നല്ല കാര്യമല്ലേ? കമ്മിറ്റ്മെന്റ് പോലെ കണ്ടാൽ പോരെ, അച്ഛനോടും അമ്മയോടും പറയുന്ന പോലെ വിചാരിച്ചാൽ പോരെ. എന്നാലും ഒരു പെർമിഷൻ നമ്മളിപ്പോ ഒറ്റ ലെവലിൽ നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് മാത്രമായിട്ടാണ്. ഇപ്പൊ ബ്രദർ ആണ് സിസ്റ്റർ ആണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോണേ. അതേപോലെ എന്തുകൊണ്ട് കാണുന്നില്ല വിവാഹത്തെ? അതൊരു അടിമത്തം പോലെ എന്തിനാണ് കാണുന്നത്? അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടിമയല്ലേ മക്കള്? അങ്ങനെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഇത്ര തന്നെ നമുക്ക് കുറെ പഴയ രീതിയിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ശരിയല്ലോ പറഞ്ഞത്. കടപ്പാടുകളില്ല, ശരിയാണ്, കടപ്പാടുകളുണ്ട്. എല്ലാത്തിനും കടപ്പാടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും ഇപ്പം പറഞ്ഞ ഇന്ത്യൻ സംസ്കാരം, കേരള സംസ്കാരം അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ വേൾഡ് ലെവൽ ലോകത്തൊക്കെ ഫാമിലി, കുട്ടികൾ അവരെ വളർത്തുക, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ വിജയങ്ങളും ആസ്വദിക്കുക. മാതാപിതാക്കൾ മറ്റുള്ളവർ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ അച്ഛന്മാരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കുക, അവരുടെ ചുമതലകൾ ഏറ്റെടുക്കുക. എന്തായാലും അവർ നേരിട്ട് നോക്കാൻ ആളെ ഏൽപ്പിക്കോ, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. നമ്മളീ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെ സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലിവിങ് ടുഗദർ, അവരെ ഇഷ്ടംപോലെ അടിച്ചു പൊളിച്ച് സെക്സും തുറന്ന സെക്സുകളും മറ്റുള്ള കാര്യം ഇഷ്ടമുള്ളപ്പോൾ ആര് കല്യാണം കഴിക്കുന്നു അല്ലെ അങ്ങനെയുള്ള ജീവിതം അത് വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ. ബാക്കി വലിയൊരു വിഭാഗവും കുടുംബവും അതൊക്കെ അച്ചടക്കവും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതായത് തന്നെ അവിടെ ചില മെയിൻ ആൾക്കാരൊക്കെ എന്തെങ്കിലും പീഡനമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ വാർത്തയാണോ അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഫാമിലിയും കുടുംബമൊക്കെ ഉള്ളതാണ്. അതൊരു വലിയ ഭീതിപ്പെടേണ്ട ആവശ്യമില്ല. ഈ വിവാഹം എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ രണ്ടുപേർക്കും 2 ഉത്തരവാദിത്തങ്ങളാണ്. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകാന്നുള്ളതാണ്. അതിനെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കടപ്പാട് രീതിയിൽ അത് ചിന്തിക്കുന്നത് വല്ലാത്ത പ്രശ്നങ്ങളാവും. ഉദാഹരണമായിട്ട് നമ്മൾ കല്യാണം കഴിച്ചു, നമുക്കൊരു മക്കളുണ്ടായി, ഒരു പ്രായം വരെ, ഒരു വർഷം സ്കൂള്, അവൻ്റെ കോളേജ്, ഒരു സമയമാകുമ്പോൾ അവർക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുക, അവരുടെ ചില കാര്യങ്ങൾ ഇടപെടുക. അവൻ പോകുന്ന തെറ്റായ മാർഗ്ഗമാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുക, അവരുടെ യാത്രകൾ, അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുക എന്നുള്ളത് അതൊരു കടപ്പാടല്ല, നമ്മുടെ ഒരു ബാധ്യതയാണ്. ഒരു പക്ഷേ ആ പ്രായത്തിൽ പിള്ളേർക്ക് തെറ്റിദ്ധരിക്കും, അച്ഛനെ വിടുന്നില്ല, അമ്മേനെ വിടുന്നില്ല, അവിടെ തടയുന്നു ഇവിടെ തടയുന്നു രീതിയിൽ ഒരു സ്ഥലത്തേക്ക് പോകില്ല, അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ തോന്നുന്നു എന്നെ നമ്മൾ വല്ലാതെ എടുക്കുന്നു എന്ന് തോന്നും. പക്ഷെ നാളെ ഈ എടുക്കുന്നു എന്ന് പറയുന്ന നാളെ അവർക്ക് മക്കളുണ്ടായാലും അവർ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ ഒരു പ്രായം അത് ശരിയല്ല, അവർ ചിന്തിക്കുന്നത് ശരിയല്ല. അവർ നേർമാർഗത്തിൽ നടക്കാൻ വേണ്ടിയാണ് അവർ ഉള്ളി ചിന്തിക്കുന്നത്. അതാണ് എൻ്റെ ശരിയായ നിലപാട്. അതിനുശേഷം അവരൊരു സമയമാകുമ്പോൾ നമ്മളില്ലേ ഇപ്പൊ എന്നെയൊക്കെ എൻ്റെ ചെറുപ്പം എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. സ്കൂള്, കോളേജ്, സ്വന്തമായി ജോലി കാര്യങ്ങൾ നമ്മൾ ഒരേ റേഞ്ചിൽ നമ്മൾ സ്വതന്ത്രരാക്കി വരുന്നു. അങ്ങനെയാണ്. വിവാഹത്തിന് ശേഷം പിന്നെ നമ്മൾ ഒരാളോട് കൂടെ വരുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് മീൻസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരും ഒരുപോലത്തെ തീരുമാനം അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾക്കനുസരിക്കണം നടക്കേണ്ടത്. അല്ലാതെ ഒരാൾ മാത്രം ഇഷ്ടത്തിൽ ചെയ്യുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ കടപ്പാടുകൾ അല്ലെങ്കിൽ ആരുടെ അടിമ ഉടമ പ്രശ്നങ്ങൾ വരും, അടിമത്തമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇത് അവിടെ നിൽക്കും തന്നെ അടുത്ത കാര്യങ്ങൾ പിന്നെ യൂത്തിനോട് ചോദിക്കണം. കല്യാണം കഴിഞ്ഞാൽ അടിമത്താണ് അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് അടിമത്താണെന്ന് തോന്നിയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ പാർട്ട്ണർ അടിപൊളിയാണ്. പാർട്ട്ണർ അടിപൊളിയായ പിന്നെ ജീവിതം
ഓക്കെ, അതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ രണ്ടുപേരും കട്ടക്കട്ടക്ക് നിന്നാൽ എന്ത് പ്രശ്നം? അടിപൊളിയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ടീവ്. ചിലരൊക്കെ പറയല്ലോ കല്യാണം ഇങ്ങനെ ലോക്കായി പോകും, അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് ആ ടെൻഷൻ, ലോക്കായി പോകും. അതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. ഈ കമ്മിറ്റ്മെന്റും കടപ്പാടും എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 16-15 വയസ്സാകുമ്പോൾ സ്ത്രീകളെ കെട്ടിച്ചുവിടും. ആണുങ്ങൾ ഇതുപോലെ തന്നെ അവിടെ നിന്ന് കുറേ സ്ത്രീധനം കൊടുത്തു വിടുന്നു. ആണുങ്ങൾ തന്നെ പോയി പുറത്ത് പണിയെടുക്കുന്നു, ഇവിടെ ഇങ്ങനെ പെറ്റുകൂട്ടുന്നു, വേറെ പണിയൊന്നുമില്ല. അവർക്ക് അലക്കണം, അടിവസ്ത്രങ്ങൾ അലക്കണം, മറ്റുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെ വലുതാക്കി പാചകം ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ അവിടെ അടിമ ഉടമ പ്രശ്നം വരും. നീക്ക് എന്തോടെ പണി, നീ എന്തോടെ ചെയ്യണം, നിനക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറയുന്ന വാക്കുകളും അങ്ങനെ വല്ലാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളോടും ഒരുപാട് സംഘർഷങ്ങളായിട്ട് സ്ത്രീകൾ വീടുകൾ ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർ തിരിച്ചു പോകാനോ അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാനോ, എന്നാൽ അമ്മാരി കഷ്ടപ്പാടും ദുരിതവും ഒക്കെ പേറി സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച് പിന്നെ തിരിച്ചു പോകുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് അവർ സഹിച്ചു കിടന്നിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടം അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പൊ നമുക്ക് വരാം. കല്യാണം ഇങ്ങനെ അണ്ടറിൽ വരും, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ഒക്കെ വന്നതിനാൽ അപ്പൊ പല ഫാമിലീസും അങ്ങനെ പെൺകുട്ടികൾ ജോലിക്ക് പോട്ടെ എന്ന് ആലോചിക്കുന്നു തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു കാലത്തും? ചില ടൈമിലൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും മെജോറിറ്റി നോക്കുമ്പോൾ എന്താ തോന്നാറ്? വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കീഴിൽ വർക്ക് ചെയ്താവേണ്ട കാര്യത്തിലായിരിക്കും വരണ്ടെന്നുള്ളൊരു അവസ്ഥയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമല്ല, നമ്മൾ നമ്മുടെ സ്വന്തം ഒരു ഇതിൽ നിൽക്കാനാണ്. അല്ലാതെ നമ്മൾ എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം സ്വന്തമായിട്ട്. അല്ലാതെ മറ്റേ ആളുടെ സാലറി കൊണ്ട് ജീവിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതൊരു അടിമത്തമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ പറഞ്ഞത് തന്നെ അടിമത്തം എന്നൊരു സാധനമില്ല. അടിമത്തം എവിടെ വേണ്ടത്? ഒരാളുടെ കീഴിൽ അല്ലെങ്കിൽ അയാളുടെ ചെലവിൽ അയാളുടെ എല്ലാ സൗകര്യത്തിലും ജീവിക്കുമ്പോഴാണ് അടിമത്തമായിട്ട് മാറുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭൂരിപക്ഷം സ്ത്രീജനങ്ങളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവർ പല പല സ്ഥാപനങ്ങളിൽ കയറി ജോലി നോക്കുന്നു. നമുക്കൊക്കെ ഇപ്പോൾ പുരുഷന്മാർ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ മിനിമം വിദ്യാഭ്യാസമുള്ള ചെറുക്കന്മാരെ മതിയെന്ന് സ്ത്രീകൾ പറഞ്ഞു തുടങ്ങി. ആ സമയത്ത് പ്രശ്നം നടന്നത് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ മതി എന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെ സ്ത്രീകൾ അവർ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ച ഒരു ജോലിയും പണിയും ഇല്ലാത്തൊരു പെൺകുട്ടി ഒരാളുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിന് പോയി കല്യാണം കഴിക്കുമ്പോൾ അവർക്കൊരു വേറെ വകുപ്പില്ല. അവൾ സംസാരിക്കാൻ അവൾ ഇറങ്ങിയോ, അവർക്ക് വേണ്ടെന്ന് വെച്ചാലോ ദുഃഖിച്ചാലോ അവൾക്കൊന്ന് നിൽക്കാനോ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ സ്വന്തമായി ജോലി എടുത്തു തുടങ്ങി, അവർക്ക് വരുമാനമായി തുടങ്ങി, അവർ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവർ സ്വതന്ത്രമായ ചിന്തകൾ വന്നു തുടങ്ങുന്നു. അപ്പോൾ ആൾക്കാർ പറയുന്നു, ഇതുപോലെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്, അതെ അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇപ്പം എന്താ എല്ലാ സ്ഥലവും ഡൈവോഴ്സ് ചെയ്യില്ല, പെണ്ണുങ്ങൾ കഴിഞ്ഞത് 6 മാസം കഴിഞ്ഞ് ഇട്ടിട്ട് പോവുക. എന്തുകൊണ്ടാണ്? ഇത് നേരത്തെ നടന്നേനെ. അത്രത്തോളം പീഡനങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂമാർ എത്ര വിഷയങ്ങൾ. എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, എനിക്ക് ഇത്ര നാളും ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പാടില്ലേ? അതാണ് അവിടെയാണ് ഈ ഡൈവോഴ്സ് പോലത്തെ ചില കാര്യങ്ങൾ വർദ്ധിക്കുന്ന. കാരണം പെണ്ണുങ്ങൾ സ്വന്തം കാലിൽ നമ്മൾ സ്വന്തമായ അഭിപ്രായം വന്നപ്പോൾ അവരിറങ്ങിയാലും അവർ വീട്ടുകാർക്ക് ഒരു ബാധ്യതയല്ല. അവിടെയാണ് വിഷയം. അതെന്ന് വെച്ചാൽ ഞാൻ ഡൈവോഴ്സിനെ സപ്പോർട്ട് ചെയ്യാനല്ല. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷൻ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ചേർന്ന ഒരാളെ കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഹനിച്ചുകൊണ്ടും വേണ്ടെന്ന് വെച്ചും ഒരാൾ ജീവിതത്തിൽ കടക്കുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ആളുടെ ജീവിതമായി പോകുന്നു. ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടി, അവൾക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞ് അത് നിരാകരിച്ച് ഒരുത്തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരുത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ അത് കഴിയാതെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് നാളെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ അത് പുരുഷനാവാം, സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും ആ ഫ്രസ്ട്രേഷൻ നിങ്ങൾ തീർക്കാൻ തയ്യാറാണെങ്കിൽ, അവരുടെ ആ ദേഷ്യം തീർക്കാൻ തയ്യാറാണ്, നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവില്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആശകൾ ആ രീതിയിൽ മുൻനിർത്തിയാണ് ഇപ്പോൾ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ്, ജീവിതം അഡ്ജസ്റ്റ്മെന്റ് എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമില്ല, പക്ഷെ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ്. ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പലരും പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും ജോലിക്കാരനാണെങ്കിൽ ഭാര്യ പറയുകയാണെങ്കിൽ എനിക്ക് വൈകുന്നേരം പരിപാടി ഉണ്ട്, നിങ്ങൾ പുറത്ത് കഴിച്ചോട്ടോ, ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണല്ലോ. അല്ലാതെ മറ്റേ ഇത് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാ, അത് ശരിയാവില്ല, ഞാനെങ്ങനെ കഴിക്കണത്, നീ ഉണ്ടാക്കിയിട്ട് പോയി, നീ പരിപാടിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ അതാണ് അടിമത്തം. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. ഒരുവിധം ആൾക്കാരൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ആശകളും ആഗ്രഹങ്ങളും അത് ഹനിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്കോ ഒരു കുടുംബത്തിലേക്ക് കയറാനോ ഒരു കുടുംബത്തിൽ ആളെടുക്കാനോ നിങ്ങൾ തയ്യാറാവരുത്. അങ്ങനെയാണ് ജീവിതം ശരിക്കും അടിമത്തമായിട്ട് മാറും. ഈ പറഞ്ഞ എല്ലാവരുടെയും വിവാഹം കഴിക്കാവുന്ന ആൾക്കാർ പറയുക, ഇതൊന്നും ഭീകരമൊന്നുമല്ല, കുടുംബജീവിതം വിവാഹം ഇതൊരു മധുരം തന്നെയാണ്, അത് മധുരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട സ്വന്തം. അപ്പോൾ പിന്നെ ആ ഒരു അടിമത്തവും ഇല്ല, ഒരു ബാധ്യതയില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല.